ഹായ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇത്രയും നാള് ഇതുവരെ അങ്ങനെ ലോങ് വീഡിയോ ഇടാണ്ട് നിന്നിട്ടാലേ അങ്ങനെ മുന്നേ എടുത്ത് വെച്ച ഷോർട്സും അങ്ങനെല്ലാം ഇട്ട് ഇങ്ങനെ പോകുന്ന ഉണ്ടായിനി. അപ്പോൾ കാരണം എല്ലാവർക്കും അറിയായിരിക്കും അമ്മ അനിയേട്ടൻ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാണ്ടായി. പിന്നെ യുദ്ധമെല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഇന്ത്യക്കാരെല്ലാം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിട്ടിന്. അനിയും പോയിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു വിഷമമായിട്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ട എന്തെങ്കിലും പോയിട്ട് അവിടെ നിർത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും അറിയാവുന്നവരെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. മുമ്പേ എടുത്ത വീഡിയോ എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഉണ്ടായതാണ്. അപ്പം നമ്മൾ യൂട്യൂബ് കാണുന്നതെല്ലാം ചോദിച്ചു നിന്ന് വഹിക്കുന്നതിനോട് അനി വന്നു വരുമ്പോൾ വന്നു. ഞാൻ പറഞ്ഞു ഇന്ന് എത്തി അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടാണെന്ന് പറഞ്ഞു. അന്ന് സാരമില്ല, വിഷമിക്കണ്ട, അനിയും പോകാനാവും, എല്ലാം ശരിയാവുമായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം അങ്ങനെ സമാധാനിച്ച് അങ്ങനെ ആയി. അപ്പം വന്ന് കണ്ടതിൽ സന്തോഷം തന്നെ. എന്താ വെച്ചാൽ അവിടെ പോയി പെട്ടിട്ട് അവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ആയാൽ നമുക്കൊരു മനസ്സമാനം ഉണ്ടായില്ല. പോയവരെ എനിക്ക് മനസ്സമാനം ഉണ്ടായില്ല. പോയിട്ട് പിറ്റേന്ന് നമുക്ക് തന്നെ പിന്നെ അവിടെ വാർത്ത വെച്ചിട്ടല്ല ഞാൻ അറിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ലിജിനെ വിളിക്കുകയും പറയുകയും ചെയ്തത്. അന്നേരത്തെ കേരളയുടെ വാർത്ത വെക്കുകയും ചെയ്തത്. അന്നേരേ വിഷമം തന്നെ വന്നിട്ട് എനിക്ക് സങ്കടം തന്നെ ഇവിടെ വന്നിട്ട് ഒരു തരം ഒന്നും ചെയ്യാനും തോന്നില്ല. അങ്ങനത്തെ എന്തോ ഒരു വിഷമം ഉണ്ടായി അന്ന്. പിന്നെ റൂമെല്ലാം കിട്ടിയത് നല്ല ഇതിൽ തന്നെയാണെന്ന് പറയുമ്പോൾ മനസ്സമാധാനമായി. പിന്നെ ഇപ്പം വിളിക്കുകയും വീഡിയോ കോളെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരു സന്തോഷം. അതെ, അങ്ങനെ തന്നെ ഇപ്പം വന്നെത്തിയോണ്ട് സമാധാനമായി. ഞാനിപ്പം എല്ലാം ശരിയായി, യുദ്ധം എല്ലാം അതിനെല്ലാം സമാധാനം എല്ലാം ആയിട്ട് പോകാനായെങ്കിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ നിൽക്കാം. ഇത്രയും നമുക്ക് പറയാനാവുള്ളൂ. പോകാനാവട്ടെ തന്നെ വിചാരിക്കുന്നു നമ്മൾ. ഇപ്പോൾ ഭാഗ്യമാണോ ഭാഗ്യക്കേടാണോ ഒന്നും പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് കേട്ടാ. എന്താ വെച്ചാല് ഇതില്ലാണ്ട് തിരിച്ചു കിട്ടിയത് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം ആണെന്ന് നമ്മൾ കരുതുന്നത്. അതെ, അനിയേട്ടൻ പിന്നെ ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്കോ നിൽക്കുക വെച്ചാൽ ചെന്നൈ വരെ കൊണ്ടാക്കാൻ പോയതേ ഇല്ലു. അത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവർ ഏജൻറ്റ് മുഖേന പോയിട്ടുണ്ടായിന്. അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുമ്പോൾ ഓരോന്നരം നമുക്ക് കേൾക്കുന്നില്ലേ, അങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് നല്ലോണം ഉണ്ടായിന്. പക്ഷേ അതിൽ നമുക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അവർ നല്ല എല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാം കാര്യങ്ങളെല്ലാം വിളിച്ചന്വേഷിക്കുന്നു. അനിയാട്ടൻ അവിടെ എയർപോർട്ടിൽ കുടുങ്ങിയ സമയത്ത് തന്നെ അർമേനിയിൽ നടക്കാം അനിയാട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നെല്ലാം ഉണ്ടായി. അപ്പം അത് ഒരു ടെൻഷൻ ഉണ്ടായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം അത് നമുക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പ്രവാസി കുടുംബങ്ങൾ, ലോകത്തിലെ എല്ലായിടത്തും, പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ കുറേ പേര് പ്രവാസികളായിട്ടുണ്ട്. അവരെല്ലാം കുടുംബത്തിൽ ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും ഇത്രയും ദിവസമായിട്ട് കടന്നു പോയിട്ടുണ്ടാവല്. അപ്പോൾ അതിനാണ് നടന്ന് ഫ്ലൈറ്റ് വിട്ടിനി അർമേനിയയിലേക്ക് അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് വിട്ടിട്ടുണ്ടായിനി. അപ്പോൾ അവിടെ എത്താൻ കുറച്ച് മണിക്കൂർ, അരമണിക്കൂർ, 15 മിനിറ്റ്, അരമണിക്കൂർ തന്നെ ഉണ്ടായിട്ടാ. അത്ര ബാക്കി നിൽക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ പെട്ടെന്ന് അലേർട്ട് വന്നിട്ട് അവർ തിരിച്ചിറങ്ങിയ വെച്ചാൽ അബുദാബിയിൽ തന്നെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ ദുബായിലേക്ക് പോയി. ദുബായിൽ ഒട്ടും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടാ. അവിടെ മൊത്തം എയർപോർട്ടെല്ലാം അടച്ചിട്ടിട്ടുണ്ടായിനി. അങ്ങനെ ആദ്യം അബുദാബിയിൽ തന്നെ വന്നിറങ്ങി. അപ്പോൾ UAE ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിനി. ഇതുപോലെ പെട്ടവർക്കെല്ലാം നല്ല രീതിയിൽ റൂമും ഭക്ഷണവും ഇത്രയും ദിവസം അവരെല്ലാ രീതിയിലും ഒരു കുറവില്ലാണ്ട് അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് പോല് വെച്ചാൽ നടക്കൂല. അനിയേട്ടന് ഇറാനും കടന്നിട്ടാണ് പോകേണ്ടത്. അപ്പം ഇങ്ങനെ യുദ്ധം നടക്കുന്നതുകൊണ്ട് എന്തായിട്ട് പോവില്ല. പിന്നെ അത്രയും ദിവസം അവിടെ ഇങ്ങനെ താമസിക്കുന്നതിനേക്കാളും നല്ലത് ആടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അനിയേട്ടൻ അബുദാബിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അനിയേട്ടൻ്റെ ഏട്ടൻ ദുബായിലുണ്ട്. ഏട്ടൻ അവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് അബുദാബിയിലേക്ക്. അപ്പോൾ അനിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടെല്ലാം ഉണ്ടായിനി. അതെല്ലാം ഭയങ്കര ഒരു ആശ്വാസമായി ഈ സമയത്ത്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് എല്ലാവർക്കും അവർ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തു കൊടുത്തു. കൊച്ചിയിലേക്കാണ് വന്നിട്ടുണ്ടായിനി. കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഇപ്പം ഇന്ന് വൈകുന്നേരം നാട്ടിലെത്തി. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിനി. അങ്ങനെ നല്ല സുരക്ഷിതനായിട്ട് ഇപ്പം നാട്ടിലെത്തി. അപ്പോൾ അമ്മ പണിക്കെല്ലാം പോയിട്ടുണ്ടായിനി. ഞാനും വസന്തമ്മയും ഉണ്ടായിനി. അനിയനെല്ലാം വന്നിട്ടുണ്ടായിനി. അനിയേട്ടൻ വന്നാടും
പിന്നെ ഏട്ടനും അങ്ങനെ വീഡിയോ കോളെല്ലാം വിളിച്ച് ഡെയിലി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയായി ഇപ്പോൾ സേഫായിട്ട് എത്തി. അതൊരു ഭയങ്കര ഒരു ആശ്വാസമാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോസൊന്നും എടുക്കാണ്ട്. ഇനി എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് റെസിപ്പി വീഡിയോസാണ് എടുക്കല്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലും ഇല്ല. അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഉണ്ടാക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിട്ടാണ് നമുക്ക്. അങ്ങനെയല്ലേ ഭയങ്കരമായ ഇങ്ങനത്തെ അവസ്ഥ എന്നൊന്നും പറയുന്നില്ല. അങ്ങേട്ടൻ അത്രയും ഒരു ആഗ്രഹിച്ചിട്ട് പോയതാണ്. പക്ഷെ ഇങ്ങനെ ആവുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒന്നും അറിയില്ല. നാട്ടിൽ നിൽക്കാനായി യോഗമെങ്കിൽ അതന്നെ ഞാൻ പറഞ്ഞു ഇനി പോകുന്നു വേണ്ട ഇനിയേട്ടാ, ഇനി നാട്ടിൽ തന്നെ നിന്നാൽ മതി എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായിട്ടും സേഫായിട്ട് എത്തിയത് തന്നെ വലിയൊരു കാര്യമല്ല എന്ന് പറയുന്നത്. പോകാനുള്ള അവസരം ഇനി വീണ്ടും ഉണ്ടാവാൻ സാധിക്കാതൊന്നുമില്ല. ഇങ്ങനെ അന്നേരം പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം മക്കളെയും കണ്ടിട്ട്. ശരിയായെങ്കിൽ പോവാം. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് പോവാനാവുമെങ്കിൽ യുദ്ധമെല്ലാം വേഗം ഇതാവട്ടെ നമുക്ക് പ്രാർത്ഥന. എന്താ വെച്ചാൽ എത്ര കുട്ടികളും നിരപരാധികളാണ് മൊത്തം ഇതിൻ്റെ ഒരു ഇത് അനുഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ അവസാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. എൻ്റെ മോന് സേഫായിട്ട് എത്തിച്ചു, അത് തന്നെ വലിയ കാര്യം. ബാക്കി പിന്നെ വരുന്ന പോലെ കാണാം. എല്ലാവരും എത്രയോ ആളുകളില്ലേ ഇപ്പം അവിടെ താമസിക്കാറും മറ്റുള്ള രാജ്യത്തും ഉള്ള ആൾക്കാരെല്ലാം ഉള്ളി അവിടെ നിൽക്കുന്നു. തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് അങ്ങനെ പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്.